നമസ്കാരം. ഡെയിലി ന്യൂസ് കേരളയുടെ ഒരു പുതിയ കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഉത്സവം. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചരിത്രപ്രധാനമായ ലോക കിരീട മത്സരമാകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇന്നത്തെ കവർ സ്റ്റോറിയിൽ നാം ചർച്ച ചെയ്യുന്നത് ടൂർണമെന്റിന്റെ ഫോർമാറ്റ് മാത്രമല്ല, ഇത്തവണ ഫിഫയും IFABയും ഒരുമിച്ച് ഫുട്ബോളിന്റെ നിയമപുസ്തകം തന്നെ തിരുത്തി എഴുതിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ചരിത്രം ഇത്രത്തോളം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ടൂർണമെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ നിയമ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് ഗുണം ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഇത് ദോഷം ചെയ്യുന്നത്, ലോകത്തെ ഫുട്ബോൾ ആരാധകർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, നമുക്കൊന്ന് നോക്കാം. ഒരു കളിക്കാരനെ മാറ്റുമ്പോൾ ആ കളിക്കാരൻ 10 സെക്കൻഡ് ടൈമിനുള്ളിൽ മൈതാനം വിടണം എന്നുള്ളതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട പുതിയ കളിക്കാരൻ 1 മിനിറ്റ് ഗ്രൗണ്ടിന് പുറത്ത് ഇരിക്കേണ്ടി വരും. നമുക്കറിയാം, നിലവിലെ ജേതാക്കളായ ടീമുകൾ ലീഡ് സംരക്ഷിക്കാൻ വേണ്ടി 2-3 മിനിറ്റ് വരെ ഈ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ നഷ്ടപ്പെടുത്തിയിരുന്നു. അതാണ് ഈ നിയമത്തോടെ ഇല്ലാതാവുന്നത്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ത്രോ ഇൻ അല്ലെങ്കിൽ ഗോൾ കിക്ക് എടുക്കുമ്പോൾ ഒരു കളിക്കാരന് അല്ലെങ്കിൽ ഗോളിക്ക് ഇനി 5 സെക്കൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ്. സമയത്തിനുള്ളിൽ ബോൾ കളിയിൽ ഇറക്കിയില്ലെങ്കിൽ ആ ബോൾ എതിർ ടീമിന് ലഭിക്കും. ഇനി ഗോൾ കീപ്പറാണ് ഗോൾ കിക്കിൽ ഇത് ലംഘിക്കുന്നുവെങ്കിൽ എതിർ ടീമിന് കോർണർ കിക്ക് ലഭിക്കുന്നതാണ് ഈ ശിക്ഷ. മൂന്നാമത്തെ ഒരു നിയമം പറയുന്നത് കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി നടത്തുമ്പോൾ കളിക്കാർ 10 സെക്കൻഡിനുള്ളിൽ തന്നെ മൈതാനം വിടണം എന്നുള്ളതാണ്. ഇത് വൈകിയാൽ പകരക്കാരൻ 1 മിനിറ്റ് ഗ്രൗണ്ടിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നതാണ് നിലവിൽ ഇനിയുള്ള നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കളിക്കാരൻ മൈതാനത്ത് ചികിത്സ സ്വീകരിച്ചാൽ കളി പുനരാരംഭിച്ചതിന് ശേഷം 1 മിനിറ്റ് ഗ്രൗണ്ടിന് പുറത്ത് കാത്തിരിക്കണം എന്നതുകൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട്. നാലാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് വാർ ഇനി 3 സന്ദർഭങ്ങളിൽ കൂടി ഇടപെടാവുന്ന ഒരു പ്രത്യേകത കൂടി ഈ വരുന്ന വേൾഡ് കപ്പ് ഫുട്ബോളിനുണ്ട്. ഒരു കളിക്കാരന് തെറ്റായ 2ാം മഞ്ഞക്കാർഡ് ലഭിക്കുമ്പോൾ വാർ ഉപയോഗിച്ച് വേണമെങ്കിൽ അത് തിരുത്താനുള്ള അവകാശമുണ്ട്. റഫറി തെറ്റായി ഒരു കളിക്കാരന് കാർഡ് നൽകിയാൽ അത് വാർ വഴി തന്നെ തിരുത്താം എന്നുള്ളതാണ്. തെറ്റായി അനുവദിച്ച കോർണർ വേണമെങ്കിൽ വാർ റിവ്യൂ ചെയ്യാവുന്നതുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലളിതമായി കേൾക്കുമ്പോൾ ചെറിയ മാറ്റം എന്നൊക്കെ തോന്നാം. എന്നാൽ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഒരൊറ്റ മിനിറ്റ്, ഒരൊറ്റ വാർ തീരുമാനം ചരിത്രം തന്നെ മാറ്റിമറിക്കും. അതാണ് ഈ നിയമങ്ങളുടെ പ്രസക്തി എന്നത്. നമുക്കിതിന്റെ ഗുണവശങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. കൂടുതൽ ഫലപ്രദമായ കളി നടക്കും എന്നുള്ളത് തന്നെയാണ്. സമയ ദുർവിനിയോഗം ഇല്ലാതാകുന്നതോടെ ആരാധകർക്ക് നല്ല കളി കാണാൻ കഴിയും എന്നുള്ളതാണ്. അനാവശ്യ ഫൗളുകൾ എന്നിവ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ കാർഡ് ശിക്ഷകൾ എന്നിവ ഒഴിവാക്കുന്നതിലൂടെ നീതിപൂർവമായ ഒരു മത്സരം നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ നിയമങ്ങൾ ലോകത്തെ മറ്റു പ്രധാനപ്പെട്ട ലീഗുകളായ പ്രീമിയർ ലീഗ്, ലാ ലീഗ എന്നിവയിൽ ഭാവിയിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഇനി ഇതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. കൂടുതൽ റിവ്യൂ കേസുകൾ, കളി ഇടയ്ക്കിടെ നിർത്തുന്ന ഒരു ദുഃഖ യാഥാർത്ഥ്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ഈ നിയമങ്ങൾ ഓരോ ടീമിനും വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗോൾ കീപ്പേഴ്സിന്റെ ഇഞ്ചുറി കാര്യഗൗരവം ഉള്ളതാണെങ്കിൽ തർക്കങ്ങൾക്ക് ഇടവരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡുകളുടെ കൗണ്ട് ഡൗൺ നോക്കുമ്പോൾ റഫറിമാരുടെ പ്രഷർ ഒന്നുകൂടി വർദ്ധിക്കാനും ഈ നിയമത്തിൽ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഈ നിയമ മാറ്റങ്ങൾ ഫുട്ബോൾ ടൂർണമെന്റിനെ ഒരു ഫ്രീ ഫ്ലോ സ്പോർട്സ് ഇവന്റാക്കി മാറ്റാൻ സഹായിക്കും എന്നത് തന്നെയാണ്. ഒരു നാണയത്തിന് ഇരുവശങ്ങൾ ഉള്ളതുപോലെ ഇതിനും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടായേക്കാം.